എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഹോം മെയ്ഡ് മിൽക്ക് ചോക്ലേറ്റിന്റെയും വൈറ്റ് ചോക്ലേറ്റിന്റെയും റെസിപ്പിയാണ്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമുക്കിത് ഈസി ആയിട്ട് വീട്ടിൽ നല്ല രുചിയോട് കൂടിയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചോക്ലേറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിലേക്ക് മിൽക്ക് ചോക്ലേറ്റ് റെഡിയാക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അതിനായിട്ട് മിക്സിയുടെ ഈ ഒരു ചെറിയ ജാർ എടുക്കുക. ഈ ഒരു ചെറിയ ജാറിലേക്ക് നമുക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഐസിങ് ഷുഗർ ഉണ്ടെങ്കിൽ ഐസിങ് ഷുഗർ ഒരു 3/4 കപ്പ് എടുത്താൽ മതി. ഐസിങ് ഷുഗർ ഇല്ലെങ്കിൽ മാത്രം ഈ ഒരു രീതിക്ക് ചെയ്താൽ മതി. ഐസിങ് ഷുഗർ ആണെങ്കിൽ 3/4 കപ്പ് എടുക്കുക. ഇപ്പം നമ്മൾ പൊടിക്കാനായതുകൊണ്ട് 1/2 കപ്പ് എടുത്താൽ മതി. പൊടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 3/4 കപ്പ് കിട്ടും. 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇതുപോലെ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അളവ് കറക്റ്റ് ആയിരിക്കണം. 1/2 കപ്പിന് 1/4 ടീസ്പൂൺ മാത്രം മതി. കോൺഫ്ലോറിന്റെ അളവ് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇതൊരുപാട് കുറുകിയ ഒരു രീതിക്ക് വരും. അപ്പോൾ 1/4 ടീസ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. സാധാരണ നമ്മൾ പഞ്ചസാര പൊടിക്കുന്നതിനെക്കാട്ടിലും കുറച്ച് സമയം കൂടുതൽ എടുത്തിട്ട് നല്ല ഫൈൻ പൗഡറാക്കി ഒന്ന് പൊടിച്ചിട്ടെടുക്കണം ഇതുപോലെ. അപ്പോൾ ഇത് കണ്ടില്ലേ, പൊടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്ക് 3/4 കപ്പ് അളവിൽ പഞ്ചസാര കിട്ടും. ഇനി ഇതുപോലൊരു പാത്രം ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി വെള്ളം ഇരുന്നൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതിലേക്കൊരു 1/2 കപ്പ് അളവിൽ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ നമ്മൾ ഇതിലേക്ക് എടുത്തു എന്ന് കരുതിയിട്ട് വെളിച്ചെണ്ണയുടെ ഒരു കുത്തിലൊന്നും തന്നെ ഉണ്ടാവില്ല. ഇനി നിങ്ങൾക്ക് വെളിച്ചെണ്ണ എടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ കൊക്കോ ബട്ടർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. കൊക്കോ ബട്ടർ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അത് തന്നെ എടുത്താൽ മതി. അതാണ് ഏറ്റവും നല്ലത് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കിതിലേക്ക് എടുക്കാവുന്നത് വനസ്പതിയാണ്. ഡാൽഡ വേണമെങ്കിൽ നമുക്കിതിലേക്ക് എടുക്കാം. കൂടാതെ ഉപ്പില്ലാത്ത ബട്ടർ വേണമെങ്കിൽ എടുക്കാവുന്നതാണ് കേട്ടോ. ഒരിക്കലും നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നെയ്യ്, സൺഫ്ലവർ ഓയിൽ അങ്ങനെയുള്ള ഓയിലുകളോ നെയ്യൊന്നും ഉപയോഗിക്കരുത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2-2.5 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡറാണ്. നമ്മൾ മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് കൊക്കോ പൗഡറിൻ്റെ അളവ് ഒരിക്കലും കൂടി പോരുത്. ഒരു തവണ ഞാൻ കൊക്കോ പൗഡറും പാൽപ്പൊടിയും ഒരേ അളവിലൊന്നും എടുത്ത് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഒരുപാടങ്ങ് കയ്പ്പ് പോലെ ഫീൽ ചെയ്ത് കേട്ടോ. നമുക്ക് കഴിക്കാൻ പറ്റാത്തത്ര കയ്പ്പായി പോയി. അപ്പോൾ എപ്പോഴും കൊക്കോ പൗഡറിൻ്റെ അളവ് വളരെ കുറച്ച് മാത്രം ഒരു 2-2.5 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. ഈ ഒരു അളവിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 6 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയാണ്. നമ്മൾ ആദ്യമേ ചൂടാക്കാൻ വെച്ചിരുന്ന ഈ ഒരു വെള്ളം ഇവിടെ നിന്ന് ചൂടാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പാത്രം എടുക്കുക. ഒട്ടും തന്നെ വെള്ളമേ ഒന്നും ഈ ഒരു പാത്രത്തിൽ കാണരുത്. നമ്മൾ സാധാരണ ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്യത്തില്ലേ, ആ ഒരു രീതിക്ക് പാത്രം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഈ ഒരു പാത്രത്തിന്റെ അടിഭാഗം ഈ ഒരു വെള്ളത്തിൽ മുട്ടരുത്. ആ ഒരു രീതിക്ക് വേണം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ മുട്ടാതെ ഇതുപോലെ ഒരു പാത്രം ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ആദ്യമേ പറഞ്ഞ പോലെ തന്നെ കൊക്കോ ബട്ടറോ വനസ്പതിയോ ഇതിന് പകരമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര പൊടിയും പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ച് തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് ഇതുപോലെ ഈ ഒരു പരിവായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു പരിവാക്കിയിട്ട് എടുത്താൽ മതി. നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയുടെ ഒരു കുത്തലൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇതിൽ ചെറിയ ചെറിയ തരികൾ പോലെ ഉണ്ടാവും. ആ ഒരു പാൽപ്പൊടിയൊക്കെ ആണെങ്കിൽ അതിനകത്ത് ഒരു തരി പോലെ കിടക്കും. അപ്പോൾ അത് ഒഴിവാക്കി നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ബാറ്ററായിട്ട് നമുക്കിത് കിട്ടണം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്കിത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു 2 മിനിറ്റോളം മിക്സിയിൽ നന്നായിട്ട് ഇതൊന്ന് അടിച്ചിട്ടെടുക്കുക. അപ്പോൾ മിക്സിയിൽ ഇതുപോലെ അടിച്ചെടുക്കുന്ന സമയത്ത് ഇത് കണ്ടില്ല നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബാറ്ററായിട്ട് നമുക്ക് കിട്ടും. ഈ ഒരു പരുവത്തിനാണ് നമ്മുടെ മിൽക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ബാറ്റർ ഇരിക്കേണ്ടത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ നല്ല സിൽക്കി പരുവത്തിന് ചോക്ലേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാറ്റർ ആണെങ്കിൽ നല്ല സിൽക്കി പരുവത്തിന് നമുക്ക് കിട്ടണമെങ്കിൽ ഗ്രൈൻഡറിലിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു സിൽക്കി പരുവായിട്ട് നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഗ്രൈൻഡറിലൊക്കെ ചെയ്യുന്ന സമയത്ത് അളവുകൾ ഒരുപാട് കൂടുതൽ വേണ്ടി വരും. അതുപോലെ തന്നെ ഒരുപാട് സമയം നമ്മൾ അരച്ചെടുത്താലേ ആ ഒരു സിൽക്കി പരുവത്തിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ വീട്ടിൽ സാധാരണ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ ഒരു ബാറ്റർ റെഡിയാക്കിയിട്ട് എടുക്കുക. ഇനി ഒരു സ്റ്റീൽ പ്ലേറ്റിൽ ബട്ടറോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കുക. അതിനുശേഷം കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ മോൾഡ് ഉണ്ടെങ്കിൽ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇതേ ഒരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ ഒരു മോൾഡിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 2-2.5 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിത് സെറ്റായി കിട്ടും. അപ്പോൾ ഇതുപോലെ ഈ ഒരു ചെറിയ ചോക്ലേറ്റ് കിട്ടുന്ന ഈ ഒരു മോൾഡിലേക്കും കൂടി ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്.
അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു മോൾഡിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഹോം മെയ്ഡ് ആയിട്ട് വൈറ്റ് ചോക്ലേറ്റ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. വൈറ്റ് ചോക്ലേറ്റ് റെഡിയാക്കാനാണെങ്കിലും നിങ്ങളുടെ ഐസിങ് ഷുഗർ ഉണ്ടെങ്കിൽ ഐസിങ് ഷുഗർ ഒരു 3/4 കപ്പ് എടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ 1/2 കപ്പ് പഞ്ചസാര മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടി ഇട്ട് നല്ല ഫൈനായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ടെടുക്കാം. ഒട്ടും തരികളില്ലാതെ വേണം കേട്ടോ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം കൂടുതലെടുത്ത് തന്നെ ഇതുപോലെ പൊടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് 3/4 കപ്പ് അളവിൽ പഞ്ചസാരപ്പൊടി നമുക്ക് കിട്ടും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 1/2 കപ്പ് വെളിച്ചെണ്ണയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കൊക്കോ ബട്ടർ വേണമെങ്കിൽ എടുക്കാം, വനസ്പതിയോ അല്ലെങ്കിൽ ഉപ്പില്ലാത്ത ബട്ടർ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ 1/2 കപ്പ് അളവിൽ പാൽപ്പൊടിയും കൂടി എടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ആദ്യമേ മിൽക്ക് ചോക്ലേറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പാത്രം സെറ്റ് ചെയ്ത് വെച്ചില്ലേ, ഡബിൾ ബോയിൽ ചെയ്യുന്ന ഒരു രീതിയിൽ. ഇനി ഇതുപോലൊരു പാത്രം ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ആ ഒരു വെള്ളത്തിൽ ഈ ഒരു പാത്രം മുട്ടരുത്, ആ ഒരു രീതിക്ക് വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയും പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് തിക്കായിട്ടാണ് ഇത് വരുന്നതെങ്കിൽ ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമ്മളൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. ഇത് കുറച്ചും കൂടി ഒന്ന് ലൂസാകാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ടോട്ടൽ 1/2 കപ്പും ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും ഞാൻ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഈ ഒരു പരിവായി വരുമ്പോഴത്തേക്കും ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമ്മളിതിലേക്ക് പാൽപ്പൊടി കൂടുതൽ ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിലും കുറച്ച് തരിതരി പോലെ ഉണ്ടാവും. അപ്പോൾ ഇതിലെ ഒരു തരിതരിപ്പ് മാറ്റി നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ കണ്ടില്ല, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്ററായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ കേക്ക് ടിന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് വെളിച്ചെണ്ണയോ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയതിനു ശേഷം കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് ആണെങ്കിലും ഞാൻ ഈ ഒരു മോൾഡിലേക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് ഒന്ന് എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 2-2.5 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് ഇത് സെറ്റായി കിട്ടും. വൈറ്റ് ചോക്ലേറ്റ് ആയതുകൊണ്ട് നമുക്കിത് ഫ്രീസറിലേക്ക് വേണമെങ്കിൽ എടുത്ത് വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 1/2 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്രീസറിൽ എടുത്ത് വെച്ച് കൊടുത്താൽ സെറ്റായി കിട്ടും. ചെറിയ ചോക്ലേറ്റ് ആയിട്ട് കിട്ടുന്ന ഈ ഒരു മോൾഡിലേക്ക് ഞാൻ ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ബാക്കി വന്ന മിൽക്ക് ചോക്ലേറ്റിൻ്റെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ബാറ്റർ ഈ ഒരു മോൾഡിലേക്കും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 2-2.5 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ മിൽക്ക് ചോക്ലേറ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ആ ഒരു മോൾഡിൽ നിന്ന് പതിയെ ഒരു സൈഡൊന്ന് വിടിയിച്ച് കൊടുക്കുക ആദ്യം തന്നെ. എന്നിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് പതിയെ ഒരു മോൾഡൊന്ന് പൊക്കിയിട്ടെടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ അത് പൊട്ടാതെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഒരു മിൽക്ക് ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചെറിയ മോഡിലേക്ക് ഒഴിച്ച് കൊടുത്തതും സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കങ്ങ് എടുത്തേക്കാം. നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അപ്പം തന്നെ കഴിക്കുമോ, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാനാണെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം കേട്ടോ. കാരണം നമ്മളിത് വെളിച്ചെണ്ണയിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പുറത്ത് വെച്ചിരുന്നാൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അലിയാൻ തുടങ്ങും. ഇനി നിങ്ങൾ വെളിച്ചെണ്ണയ്ക്ക് പകരം കൊക്കോ ബട്ടറാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് സമയം നമ്മൾ പുറത്ത് വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല. മിൽക്ക് ചോക്ലേറ്റും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതും ഇതുപോലെ തന്നെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കുക അതിൻ്റെ ഈ ഒരു മോൾഡിൽ നിന്ന്. എന്നിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് പതിയെ നമുക്ക് ഒരു മോൾഡിൽ നിന്ന് പൊക്കിയെടുക്കാം. ഇതും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഒരു ചെറിയ മോൾഡിലുള്ളതും കൂടി എടുക്കുകയാണ്. ഇനി നമ്മൾ ഇതുപോലെ ഈ ഒരു മോൾഡിലേക്കും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടില്ലേ, അതും ഇതുപോലെ ഒന്ന് എടുത്ത് നോക്കാം. ഈ ഒരു മോൾഡിലുള്ളത് ഞാൻ ഫ്രീസറിലാണ് കേട്ടോ വെച്ചിരുന്നത്. ഫ്രീസറിൽ നമ്മൾ മിൽക്ക് ചോക്ലേറ്റ് വെക്കുന്ന സമയത്ത് ഇത് കണ്ടില്ല, ഇതുപോലെ ചെറിയ ചെറിയ കുത്തുകൾ പോലെ വരാൻ തുടങ്ങും. അങ്ങനെ ഒരു ചെറിയ ചെറിയ കുത്തുകൾ വരുന്നത് വളരെ പെട്ടെന്ന് നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോഴത്തേക്കും തണുക്കത്തില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് വീട്ടിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റിയ വൈറ്റ് ചോക്ലേറ്റ് ആണെങ്കിലും മിൽക്ക് ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ചോക്ലേറ്റുമായിട്ട് കമ്പയർ ചെയ്തത് കഴിക്കരുത്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അതിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് തന്നെയാണ്. ഇനി അഥവാ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ കൊക്കോ ബട്ടർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഓൺലൈനിലും കടയിലും ഒക്കെ. അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ വനസ്പതി എടുക്കാവുന്നതാണ്.
അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.